2026-27 വർഷത്തെ പാലാ ലയൺസ് ക്ലബിൻ്റെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഇൻസ്റ്റലേഷൻ സെറിമണിയും ജൂൺ മാസം 27-ാം തീയതി 7:30 നെല്ലിയാനിയിലുള്ള പാലാ ലയൺസ് ക്ലബ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. ബഹുമാനപ്പെട്ട കേരള ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് അവറുകൾ പ്രോജക്ട്സ് ഉദ്ഘാടനം ചെയ്യുന്നതും മാണി കാപ്പൻ MLA, സെബാസ്റ്റ്യൻ MJ MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ PDG വേണുകുമാർ അവറുകൾ ഇൻസ്റ്റലേഷൻ സെറിമണി നിർവഹിക്കുന്നതുമാണ്. PDG മാഗി ജോസ് മേനാമ്പറമ്പിൽ, മറ്റ് പ്രമുഖ ലയൺസ് നേതാക്കന്മാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുന്നു. 53 വർഷം പൂർത്തിയാകുന്ന പാലാ ലയൺസ് ക്ലബിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനാണ് നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. തീർച്ചയായും ലയൺസ് ഇന്റർനാഷണലിൻ്റെയും ലയൺസ് ഡിസ്ട്രിക്റ്റിൻ്റെയും പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് നമ്മുടെ ക്ലബിൽ നടക്കുന്നത്. ഹോം ഫോർ ഹോംലെസ് എന്ന ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റ് നമ്മുടെ ക്ലബ്ബ് ഈ വർഷവും നടത്തുന്നു. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റൻസ്, ഡയാലിസിസ് കിറ്റുകളുടെ വിതരണം എന്നിവ എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ വർഷവും നിർവഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു മേജർ പ്രോജക്റ്റാണ് ഹങ്കർ റിലീഫ്, അതായത് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ. ആശുപത്രികൾ, ഓർഫനേജസ്, മറ്റ് ശരണാലയങ്ങൾ എന്നിവിടങ്ങളിൽ ആവശ്യമായ സമയത്ത് നമ്മൾ ഫുഡ് ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രമുഖ പദ്ധതിയാണ് വായനാ കളരി. സ്കൂളുകളിൽ കുട്ടികൾക്ക് ആവശ്യമായ ബുക്സ്, ന്യൂസ് പേപ്പർ, മറ്റ് ലിറ്ററേച്ചർ എന്നിവ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും ശക്തമായ നടപടി നേരിടുന്ന ഒരു മേഖലയാണ് ഡ്രഗ്സിനെതിരായ പ്രവർത്തനങ്ങൾ. അത് തടയുന്നതിനാവശ്യമായി യുവജനങ്ങൾക്കും ക്ലബ്ബുകൾക്കും ആവശ്യമായ സ്പോർട്സ് ഗുഡ്സ്, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ സ്പോർട്സ് ഐറ്റംസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്നു. പരിസ്ഥിതി പ്രവർത്തന മേഖലകളിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. വിവിധതരം ക്ലാസുകൾ, പരിസ്ഥിതി സംബന്ധമായ വിസിറ്റുകൾ എന്നിവ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. അതുപോലെ വിഷരഹിത പച്ചക്കറി, പഴത്തോട്ടങ്ങൾ എന്നിവയുടെ വ്യാപനത്തിനായി ക്ലബ്ബ് വിസിറ്റുകൾ, വിവിധ അവാർഡുകൾ എന്നിവ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാരുണ്യത്തിൻ്റെ മുഖം നമ്മുടെ കാഴ്ച സംബന്ധമായ ഐ ക്യാമ്പുകൾ, ഫ്രീ കാറ്ററാക്ട് സർജറീസ്, ഫ്രീ IVIs എന്നിവ പൊതുജനങ്ങൾക്കും ആവശ്യമുള്ള രോഗികൾക്കും നൽകുന്നതാണ്. തീർച്ചയായും ഈ വർഷവും ക്ലബ്ബ് ആ സേവന മേഖലയിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഐ ഹോസ്പിറ്റൽ ഇവിടെ പൈകയിലുണ്ട്. അവരുടെ സഹകരണത്തോടു കൂടി ഇത്തരം ക്യാമ്പുകൾ, അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റിൻ്റെ സഹകരണത്തോടു കൂടി 1000-ഓളം ഫ്രീ സർജറീസ്, കട്രാക്ട് സർജറീസ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റും ഈ വർഷമുണ്ട്. പിന്നെ 53 വർഷമായ ക്ലബ്ബായതിനാൽ കുറേയേറെ റിനോവേഷൻ ആക്ടിവിറ്റികൾ ക്ലബിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. മെമ്പർഷിപ്പ് ഇംപ്രൂവ്മെന്റ് ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ്. ക്ലബിലേക്ക് കൂടുതൽ ക്വാളിറ്റി മെമ്പേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. ആ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പാലാ ലയൺസ് ക്ലബിൻ്റെ ഒരു പെർമനന്റ് പ്രോജക്റ്റാണ് മനസ്സ്. അതായത് കൗൺസിലിംഗ് ആവശ്യമുള്ള, മാനസികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് കൗൺസിലിങ്ങിലൂടെ പരിഹാരം നൽകുന്ന ഒരു പ്രോജക്റ്റാണ്. അത് ക്ലബിൽ വളരെ വിജയകരമായി എല്ലാ ദിവസവും നടന്നു വരുന്നു. ആ പ്രോജക്റ്റും വളരെ കാര്യക്ഷമമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വളരെയധികം ഒരു ഫണ്ട് റേസിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് ഡിഫറെൻറ്റ് രീതിയിലുള്ള എക്സിബിഷൻ സംഘടിപ്പിച്ച് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഈ വർഷം വളരെ സജീവമായിട്ട് പൊതുരംഗത്ത് നിലനിർത്തുവാനായിട്ട് പല ലയൺസ് ക്ലബ് ശ്രമിക്കുന്നതാണ്. പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ വർഷവും പാലാ ലയൺസ് ക്ലബ്ബ് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട്
ഇയർ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ എല്ലാ പ്രോഗ്രാമുകളും ചോക്ക് ഔട്ട് ചെയ്ത് ഏറ്റവും വളരെ നല്ല രീതിയിൽ പോകുന്നതിനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ പ്ലാൻ ചെയ്ത് നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐ ക്യാമ്പുകളും മനസ്സെന്നുള്ള പെർമനന്റ് പ്രോജക്റ്റിനും പ്രത്യേകം പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും. ഹോംലെസ് പ്രോജക്റ്റിൽ ക്ലബിൽ 6-7 വർഷങ്ങൾക്ക് മുമ്പ് MJF ലയൺ അബ്രഹാം പാലക്കുടിയും ലയൺ ജോർജ് കുട്ടി ആനത്തോട്ടവും തുടങ്ങി വെച്ച ഹോംലെസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് അന്ന് 10 വീടുകൾ ഒരുമിച്ച് നിർമ്മിച്ച് നൽകിയെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷനായി ഈ വർഷവും പറ്റുന്നതുപോലെ വീടുകൾ നിർമ്മിച്ചു നൽകുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഹോംലെസ് പ്രോജക്റ്റ്. അതും ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുവാൻ വേണ്ട ഫണ്ട് റൈസിങ്ങും ആൾക്കാരുടെ സഹകരണവും എല്ലാം ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ബാക്കി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ബാക്കിയുള്ള പ്രോജക്റ്റുകളെല്ലാം ഭംഗിയായി മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ലയൺസ് മെമ്പേഴ്സിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് അവരുടെ ലയൺസ് മെമ്പേഴ്സിന്റെ ഭാര്യമാര് അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട എക്സിബിഷൻ ലയൺസ് എക്സിബിഷൻ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അവർ ഈ വർഷവും അവരുടെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു 2-3 എക്സിബിഷൻ നടത്താൻ ലയൺസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുക്കളത്തോട്ടം അത് ലയൺസിന്റെ കുടുംബങ്ങളിൽ വിഷരഹിത പച്ചക്കറി കുറ്റിയാങ്ങൽ നഴ്സറിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് വിഷരഹിത പച്ചക്കറി കിട്ടുവാൻ വേണ്ടി വീടുകളിൽ അടുക്കളത്തോട്ടം കഴിഞ്ഞ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളതാണ്. അത് ഈ വർഷം അത് നല്ല അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നവർക്ക് അവാർഡുകൾ കൊടുക്കാൻ ലയൺസ് ക്ലബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. പാലാ ലയൺസ് ക്ലബിന് ഫലപ്രദമായി പ്രവർത്തിക്കുന്ന കാര്യക്ഷമതയുള്ള ഒരു യുവക്ലബ്ബ് യുവജനങ്ങളുടെ വ്യക്തിത്വ വികസനമാണ് അത് ലക്ഷ്യം വയ്ക്കുന്നത്. ഞങ്ങളുടെ ക്ലബിൽ ഉൾപ്പെടെ ചെറുപ്പക്കാരായ യുവജനങ്ങൾ അവരുടെ സർവതോമുഖമായ വളർച്ചയും വ്യക്തിത്വ വികസനവുമാണ് ഈ ക്ലബ്ബ് പരിഗണിക്കുന്നത്. അതിനുള്ള പരിശീലനങ്ങൾ ഈ വർഷം ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അവർക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്നു. കാരണം എന്തെന്നാൽ ഏതൊരു വ്യക്തിയും സ്വന്തം കാലിൽ നിൽക്കാൻ ആർജവമുണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് ഏത് രംഗത്തും വിജയിക്കാൻ കഴിയൂ. വ്യക്തിത്വ വികസനവും സെൽഫ് കോൺഫിഡൻസുമാണ് ഈ ലിയോ ക്ലബിൻ്റെ പരിശീലനത്തിൽ ഞങ്ങൾ മുഖ്യമായി പരിഗണിക്കുന്ന വിഷയം. അത് അവർക്ക് ലിയോസിന് ഏറെ പ്രയോജനകരമാണെന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യം. അതുകൊണ്ട് ആ പരിശീലന പരിപാടിയും ഈ വർഷം ഞങ്ങൾ നടപ്പിലാക്കുന്നത്. 2018 പാലാ ലയൺസ് ക്ലബ്ബ് 10 വീടുകൾ ഒന്നിച്ച് ഒരു സ്ഥലത്ത് തന്നെ ഒരു ഹോം ഫോർ ഹോംലെസ് പ്രോഗ്രാമിൻ്റെ പേര് വിട്ട് വളരെ ഭംഗിയായിട്ട് നടത്തി എല്ലാവരുടെയും സഹകരണത്തോടെ നടത്തിയത്. ഇപ്പോൾ വീണ്ടും അത് ഒരു ഉയർത്തി കൊടുത്ത് വീടില്ലാത്തവർ ആരും നമ്മുടെ പ്രദേശത്തുണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി ഇത് നടപ്പാക്കാൻ പോവുകയാണ്. ഇത് നടത്തുന്നത് വഴി ഈ വീട്ടുകാർക്ക് ഉപകാരത്തിൽ മാത്രമല്ല സമൂഹത്തിനും കൂടി ഒരു സന്ദേശം നൽകുകയാണ്. കഴിവുള്ള എല്ലാവരും അവരവരുടെ പ്രദേശത്തുള്ള ആൾക്കാർക്ക് വീടില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ വീടില്ലാത്തവർ വളരെ കുറവായിരിക്കും, പക്ഷേ സൗകര്യമുള്ള ഒരു വീടും കൂടെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ സഹകരിക്കാവുന്നതാണ്. ചെറിയ തുക കൊടുക്കി കഴിഞ്ഞാൽ അവരെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. അവരെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ വീട്ടുകാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ വീടുകൾ പുനർനിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ പ്ലാൻ ചെയ്യുന്നത്. കേരള സർക്കാരിൻ്റെ തൂഫാൻ എന്നുള്ള ആൻറ്റി ഡ്രഗ്സ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ലയൺസ് ക്ലബ്ബ് ഈ വർഷം ഡ്രഗ്സിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബോധവൽക്കരണ ക്യാമ്പുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കോളേജുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. കാരണം കൂടുതലും വിദ്യാർത്ഥികൾ അറിവില്ലായ്മയുടെ കാലത്തിൽ ചതിവിൽപ്പെട്ടാണ് കൂടുതലും ആൾക്കാർ ഡ്രഗ്സിന് അടുക്കപ്പെട്ടു പോകുന്നത്.
അറിഞ്ഞുകൊണ്ടെടുക്കുന്നതല്ല. കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളും ഉണ്ടാവാം, കൂട്ടുകാർ ചതിപ്പെടുത്തുന്നതാവാം. അതിനെ ഒഴിവാക്കാൻ വേണ്ടി ബോധവൽക്കരണമാണ് ആവശ്യം. അതുകൊണ്ട് ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ്. അതിനുള്ള ക്യാമ്പയിൻ ആണ് ഞങ്ങൾ അതിലാണ്